എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ മെയിൻ ഡ്രൈവർ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. തൽക്കാലം ക്യാമറ കൈകാര്യം ചെയ്യുക. ഒന്നുകൂടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കണം. ഇന്നലത്തെ പോലെ തന്നെ അത് വീണ്ടും ലൂസായിട്ടുണ്ട് തോന്നുന്നു. വൈബ്രേഷൻ ഉണ്ട് നല്ല. എവിടെയെങ്കിലും വർക്ക്ഷോപ്പിനടുത്ത് നമുക്ക് നിർത്തി കാണിക്കാം. ഏതൊക്കെയായാലും ഇന്നലെ രാത്രി ഫുൾ ഓടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ NH-44 തെലങ്കാനയുടെ ഭാഗത്ത് വരുന്ന എന്തോ ഒരു പാലം ഡാമേജാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി വേണം പോകാൻ. ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു തെലങ്കാനയൊക്കെ. ഇത് ചന്ദ്രാപൂർ എന്ന് പറഞ്ഞ ടൗണാണ്. സിറ്റിക്കകത്ത് കയറിയാ വണ്ടി പോകണം കേട്ടോ. ഇത് രാവിലെ വെളുപ്പിനൊക്കെ നല്ല തണുപ്പായിരുന്നു, പക്ഷെ ഇപ്പം നല്ല ചൂടായി. നിർത്തി കേട്ടോ, ഞാൻ ഓടിക്കാം. നിർത്താം, നോക്കട്ടെ, ഇടകളെടുത്ത് നിർത്താം. പിന്നെ പല്ലൊക്കെ തേച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ആയിക്കോട്ടെ, ഒരു ചായ കുടിച്ചേക്കാം, പല്ല് തേച്ചേക്കാം. രാവിലെ ചൂടാകാൻ തുടങ്ങി, വിറക്കാൻ തുടങ്ങി. അതെ, നമ്മുടെ വെള്ളം ഞാൻ ടാങ്കി നിറച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കുപ്പിയും കൂടെ എടുക്കാം. അതിലൊരു വെള്ളം എടുക്ക്. ചെറിയൊരു വണ്ടി പോകുന്നുണ്ടോ? വലിയ ഖനികളിലൊക്കെ ഓടുന്ന ട്രക്കാ. ആ ടാപ്പൊക്കെ ഉണ്ടോ? പഴയ മോഡൽ ടാപ്പൊക്കെയാ. അതെ, നമ്മുടെ ഈ പിന്നെ അത് ഒന്നുകൂടെ എവിടെയെങ്കിലും കാണിക്കണം, വർക്ക്ഷോപ്പിൽ കാണിക്കണം. സൗണ്ട് കേൾക്കുന്നുണ്ട്. വീണ്ടും ലൂസായി കാണുമായിരിക്കും, അതാ സൗണ്ട്. ഇവിടുന്ന് കാണാനൊന്നുമില്ല നോക്കിയാൽ. അതിനകത്ത് അത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അല്ല, ആ നട്ട് ലൂസായി പോയിട്ട് തന്നെ ഗിയർബോക്സിനകത്ത് എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. ഗിയർബോക്സിനകത്തെ ആണോ വയറിങ്ങിൻ്റെ ആണോ എന്നാണ്. വയറിങ്ങിൻ്റെ ആയിരിക്കും മിക്കവാറും. ഇതല്ലേ ഒരു ഏണിയും കൂടെ ഫിറ്റ് ചെയ്യണം, കയറി ഗ്ലാസ് ഉടയ്ക്കാനൊക്കെ ആയിട്ട്. അതൊക്കെ എന്ത് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം, അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, അതിനുള്ള സാധനം അതേ കൂടെ കയറും. അതുണ്ടോ ആ റോപ്പ് ഉണ്ടോ? അതല്ലേ, അതെ ചവിട്ടി ഞാൻ കയറിക്കോ. റോപ്പൊക്കെ കണ്ട അതേ കൂടെ കയറണ ശാലം പാടാ. പുറകിൽ തള്ളി പിടിക്കണോ? അതെ അതെ, ഒരാൾ തള്ളിയും കൂടെ പിടിക്കേണ്ടി വരും അല്ലേ. ത്തില്ല. രാത്രി മഴ ഉണ്ടായിരുന്നോ? രാത്രി ചെറുതായിട്ട് ചാർജേ ഉള്ളൂ, വേറെ കാര്യമായിട്ടില്ലായിരുന്നു. ഗ്ലാസ്സൊക്കെ മാറണം. നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഗ്ലാസ് പറ്റിയല്ലോ. രാത്രിക്ക് ഒട്ടും ഓടിക്കത്തില്ല. ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോഴത്തേനും ഗ്ലാസ്സിലായിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ വഴി കാണത്തില്ല. ഭയങ്കര ഗ്ലാസ് മാറണം. ഇത് ഒത്തിരി വർഷമായിട്ടേ നീ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഗ്ലാസിൻ്റെ ആ ഒരു ഇത് പോയതാ. ഇവിടെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചോദിച്ചു മേസ്ത്രി ഉണ്ടെന്ന്, പക്ഷേ മേസ്ത്രി ഇല്ല. ഇത് ബോഡി വർക്ക്ഷോപ്പും ഇലക്ട്രീഷ്യനും ഒക്കെ ഉള്ളൂ. മേസ്ത്രി പുറയിലുണ്ടായിരുന്നു, ഇല്ല മുന്നോട്ട് 12 കിലോമീറ്റർ. ഇത് ലീഫിൻ്റെ മേസ്ത്രിയാ. ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചാർജറിൻ്റെ ഒന്ന് കാണിക്കായിരുന്നു. ചാർജ് ആകുന്നില്ല ഇപ്പം? ഇല്ല. അയ്യോ, എന്നാൽ പണിയാവുമല്ലോ. അത് രണ്ടുകൂടെ ഒരുമിച്ച് നമുക്ക് അടുത്ത മെക്കാനിക്കിൻ്റെ അടുത്ത് കാണിക്കാം. മെക്കാനിക്കിൻ്റെ അടുത്ത് എന്നാലും ജോയിൻറ്റിൻ്റെ നോക്കണ്ടേ, ആ കൂടെ ഇലക്ട്രീഷ്യനും അവിടെ കാണും, അന്നേരത്തെ നോക്കാം. ഇതുണ്ടോ, പുലിയുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അവിടെ ഒരു വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ലാൻഡ് ഓഫ് ടൈഗേഴ്സ് എന്ന്. ആണോ? വനത്തിൽ കൂടെ വനത്തിൽ കൂടെ വന്നു തോന്നുന്നു. ഏതൊക്കെയായാലേ ഇന്നലെ നമ്മൾ ന്യായമായ കിലോമീറ്റർ ഓടി രാത്രിയിൽ. ഇന്നലെ നമ്മൾ സാഗരയിൽ നിന്ന് പോട്ടിട്ട് ഏകദേശം 550 കിലോമീറ്റർ ഓടി ഇതുവരെ. അപ്പം നല്ലപോലെ ഓടിയതില്ലേ? രാത്രി ന്യായമായിട്ട് കിലോമീറ്റർ കവർ ചെയ്തു. പക്ഷെ ഇപ്പം ഇത് ഈ ജോയിൻറ്റിൻ്റെ എവിടെയെങ്കിലും കാണിച്ചിട്ട് വേണം പോകാൻ. ഇങ്ങനെ സൗണ്ടും ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര തീരുവാണോ? അറിയത്തില്ലല്ലോ. നമ്മൾ NH-44 കൂടെ പോയിരുന്ന കുറച്ച് ദൂരം ഓടിയാൽ മതിയായിരുന്നു മഹാരാഷ്ട്ര. പക്ഷേ മഹാരാഷ്ട്ര ഇത് ബോർഡർ തീരാറൊന്നും ആയിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട് ബോർഡറിലേക്ക് ചെല്ലണമെങ്കിൽ. ദൂരം ഉണ്ടല്ലേ? പക്ഷേ ഇത് നല്ല അടിപൊളി ഒരു റൂട്ടാണ് കേട്ടോ, വനത്തിൽ കൂടെ ഉള്ള റൂട്ടല്ലേ. റൂട്ടൊക്കെ അടിപൊളിയാണ്. വനത്തിലെങ്ങാനും ജോയിന്റ് പറഞ്ഞ് കിടന്നാലേ പാട്. ഈ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ വർത്താനം പറയല്ലോ കേട്ടോ. ഉണ്ടായിരിക്കണോ? ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. തമിഴ്നാട് വണ്ടി കാലി വന്നു. ഇവിടെ ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി പോകുന്നതായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ ഒരു പേപ്പർ മില്ല്. ഈ പേപ്പർ മില്ല് കഴിഞ്ഞ് ഒരു ശകലം മുന്നോട്ട് ചെല്ലുമ്പോൾ മെക്കാനിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് മെക്കാനിക്കിനെ കണ്ടിട്ട് പോവാം, കാണിച്ചിട്ട് പോവാം. മെക്കാനിക്ക് ആകെ മിലേगा. आगे मिलेगा? कितना दूर है? कितना मालूम नहीं है. वो बस स्टैंड आगे मिलेगा, उसके बाद में. ആദ്യം ഞാൻ ഒരാളോട് മേസ്ത്രി എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ എല്ലാം
മുന്നേ കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ മെക്കാനിക് എന്ന് ചോദിച്ചു. മെക്കാനിക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു മട്ടൺ എല്ലാം മുന്നേ കിട്ടുമെന്ന് പറഞ്ഞു. അതിനാ ഈ വണ്ടിയുടെ സൗണ്ട് കൂടെ നിൽക്കുന്നതുകൊണ്ടേ വെളി നിൽക്കുന്നവർക്ക് നമ്മൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകില്ല. അപ്പൊ ഇന്നലെ രാത്രി മധ്യപ്രദേശ് ഓടി തീർന്നു, മഹാരാഷ്ട്ര കയറി. മഹാരാഷ്ട്ര ഇപ്പൊ നമ്മൾ ഓടി തീരാറാവും. മഹാരാഷ്ട്രയിലെ ചെറിയ കടകളും പൂക്കടകളൊക്കെ ഇവിടെ എല്ലാം ബജാജ് ഓട്ടോകളാണ്. ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്, എല്ലാം ബജാജാണ്. ആപ്പേ വളരെ കുറവാണ്. ഇതെല്ലാം ഇവിടുത്തെ ട്രിപ്പ് ജീപ്പുകളാണ്. പണ്ടത്തെ പോലെ മഞ്ഞയും കറുപ്പൂടുള്ള കളറിൽ. ഇത് വലിയൊരു പള്ളിയാണ് ഇവിടുത്തെ. പള്ളി സ്കൂളും എല്ലാം കൂടെ. അപ്പുറം സ്കൂളും ഉണ്ട്. ലോക്കോ പൈലറ്റ് ഗാർഡ്സ് റണ്ണിങ് റൂം, സെൻട്രൽ റെയിൽവേ, ബൽഹാർ ഷാ. അവിടെ നല്ല ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ചപ്പാത്തി ഇരിപ്പുണ്ട്. ശരി, അച്ഛൻ ചപ്പാത്തി അന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ അല്ലേ, അത് മതി. ഇത് ബെല്ലാർപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ. ഇതുണ്ടോ തടിയിരിപ്പ് കേട്ടോ. എന്തായാലും തടിയാന്ന് നോക്കി വെട്ടിയിട്ടായിരുന്നു. ഫോറസ്റ്റിൻ്റെ കാര്യം. ഇത് എന്നാ തടിയാന്ന് അറിയത്തില്ല കേട്ടോ. ഒരുപാട് തടി തോന്നുന്നു. തേക്ക് തന്നെയാണോ? അതെവിടെ ഈ വണ്ടിയെ ലോഡ് കയറ്റി വെച്ചേക്കുന്നത്? തേക്കാന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, വലിയ തേക്കൊക്കെയാ. പക്ഷെ നമ്മളെ കേരളത്തിൽ അത്ര വില കാണുകയല്ലോ ഇവിടെ. ഈ വഴിക്ക് ഞാൻ ആദ്യം വരിക. ഞാനും ആദ്യമായിട്ട് വരിക. അവിടെ കിടന്ന വണ്ടിയല്ല ഇതുണ്ടോ, തടി കയറ്റാൻ വേണ്ടി വരുന്ന വണ്ടിയാന്ന് തോന്നുന്നു. അതായത് ലോഡ് കയറ്റി തേക്കുന്നുണ്ടോ. നമ്മളെ രാവിലെ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് സല്യൂട്ട് തരുന്നുണ്ടായിരുന്നു വണ്ടി കാണുമ്പോൾ. അതെ അല്ലേ? ഇങ്ങനെ മെക്കാനിക്കിനെ നോക്കി നോക്കി നടക്കുകയാണ്. ഇലക്ട്രീഷ്യൻ്റെ കട കണ്ടു, ലീഫ് വർക്കാരെ കണ്ടു, ടയർ കടക്കാരെ കണ്ടു. പക്ഷെ മെക്കാനിക്കിനെ മാത്രം കണ്ടില്ല. മുന്നിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം മെക്കാനിക്കിനെ കിട്ടി. മെക്കാനിക്ക് കുറച്ച് മുന്നല്ലേ. മുന്നോട്ട് വരട്ടെ. ജോയിൻ്റ് അത് നല്ല ഇളക്കമുണ്ട്. അതെ, എവിടെ വർഷപ്പോടാ? പക്ഷെ അപ്പോൾ അതല്ലേ മെക്കാനിക്ക് മുന്നേ പോകുന്നത്. പുള്ളി നോക്കി ജോയിൻ്റ് നല്ല ഇളക്കമുണ്ട് കേട്ടോ. ഇളക്കുമ്പോൾ അത് ഫുള്ള് ലൂസായി. മേസ്തിരി പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. അല്ല, ഇപ്പൊ ഇന്നലത്തെക്കാട്ടിലും ഉണ്ട് ഇപ്പൊ. അത് ഞാൻ നോക്കിയല്ലേ മനസ്സിലാവുള്ളൂ ഇന്നലത്തെക്കാട്ടി ഉണ്ടോ ഇല്ലയോ. അല്ല, സൗണ്ട് ഉണ്ടല്ലോ. സൗണ്ട് ഉണ്ട്. ഇപ്പൊ മേസ്തിരി ഒന്നുകൂടെ പിടിച്ച് ഇളക്കി. നല്ല ലൂസായി കിടക്കുക. ഇത് കുറച്ചുകൂടി ഊരി പോകുന്നുണ്ട്. പോലെ ഒരു ഇലക്ട്രീഷ്യനെ കിട്ടി. ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ചാർജർ വർക്കാകുന്നില്ല. എന്നാന്നറിയില്ല. മേസ്തിരി എന്നാ പറഞ്ഞേ? മേസ്തിരി ഇതല്ലേ അഴിക്കുകയാണോ? കുछ बोला है क्या? खोल रहे ഓണം കേൾക്കുന്നില്ല. ഓണം കേൾക്കുന്നില്ല. അത് പറ. അപ്പോഴേ മെയിൻ ഡ്രൈവറെ, ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. പണിയൊക്കെ നോക്കി ചെയ്യിക്കോട്ടോ. ഒരെണ്ണം എനിക്കൂടെ പറഞ്ഞാൽ ശക്കർക്കം ചായ മേർക്കോ ഏക്ക് ബോളോ. ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരണോ? അല്ല, അവിടെ പറഞ്ഞാൽ ഞാൻ വന്നേക്കാം. നീ മേടിച്ചോണ്ട് തന്നാലോ? മേടിച്ചോണ്ട് വന്നാലും കുഴപ്പമില്ല, വഴക്കൊന്നും പറയുകയില്ല. ഇലക്ട്രീഷ്യൻ എല്ലാം ടൂൾസ് ബോക്സ് എല്ലാം കൊണ്ടാണ് വന്നേക്കുന്നത്. സഞ്ചിയെല്ലാം ഉണ്ട്. ഒരു പണിക്ക് പോകുമ്പോൾ അങ്ങനെ പിന്നെ തിരിച്ചു പോകേണ്ട കാര്യമില്ല. എല്ലാം എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകണ്ട. അല്ലെ പിന്നെ ഓരോന്ന് എടുക്കാൻ പോകണ്ടേ. മിക്കവാറും ഇത് ലൂസാകാൻ കാരണമേ കൈക്ക് വലിച്ചു മുറുക്കിയല്ലേ ഉള്ളൂ. നല്ല ടൈറ്റ് ആയല്ല. മിക്കവാറും അതായിരിക്കും. വല്ല ഗണ്ണുള്ളിടത്താണെങ്കിൽ ഗണ്ണിലിട്ട് ടൈറ്റ് ചെയ്താൽ ടൈറ്റ് ആവും. അതല്ലെങ്കിൽ മെയിൻ ഷാഫ്റ്റിൻ്റെ മില്ലിങ്ങും ഈ പ്ലാഞ്ചിൻ്റെ മില്ലിങ്ങും കൂടെ തേയ്മാനം സംഭവിക്കും. തേയ്മാനം കാണും. അതായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ലൂസായി പോകുന്നത്. ഭയങ്കര വൈബ്രേഷനും അല്ലേ, അപ്പം ഇത് ലൂസാകാനൊരു ചാൻസും കൂടെ. എന്നാലും നമ്മുടെ മേസ്തിരി പറഞ്ഞേക്കുന്ന അഴിച്ച് നോക്കട്ടെ, എന്നിട്ട് വേണ്ട വിധം കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 പണിയും കഴിഞ്ഞു. ഇലക്ട്രീഷ്യൻ്റെ പണിയും കഴിഞ്ഞു. അതൊരു ഫ്യൂസ് പോയതായിരുന്നു. ആ ഫ്യൂസ് മാറി. പിന്നെ ജോയിൻറ്റിൻ്റെ ഫ്ലാഞ്ച് അഴിച്ച് നല്ലപോലെ വലിച്ചു മുറുക്കുകയും ചെയ്തു. മെക്കാനിക്ക് പറഞ്ഞ് ഇനിയിപ്പം ലൂസാവുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നോക്കണമെന്ന് പറഞ്ഞു. നാട്ടിൽ ഗിയർ ബോക്സ് വല്ലതും അഴിച്ച് ഷാഫ്റ്റിൻ്റെ മില്ലിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമാണോ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നാസ്തയൊക്കെ കഴിച്ചു. ഓരോ ചായയും കൂടെ കുടിച്ചിട്ട് പോകുന്നത്. അതെ, ചായ ഞാനൊരു കാപ്പിയാണ് പറഞ്ഞേ. കാപ്പി എടുത്തോണ്ടിരിക്കുന്നു. ചായ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. എന്നാ പറഞ്ഞോട് കുടിച്ചു. വലിയ മധുരം ഇല്ലായിരുന്നു. സാറിനല്ലെങ്കിൽ ഭയങ്കര മധുരമല്ലേ? സാറിനല്ലെങ്കിൽ ഭയങ്കര മധുരം. ഇത് വലിയ മധുരം ഇല്ലായിരുന്നു. പുള്ളി എത്ര പണിക്കൂലി മേടിച്ചേ? പണിക്കൂലി എത്ര മേടിച്ചേ? മെക്കാനിക്ക് 400 രൂപ മേടിച്ചു. ഇലക്ട്രീഷ്യൻ എന്തെങ്കിലും നന്നാക്കാൻ പറഞ്ഞ് ഇലക്ട്രീഷ്യന് 100 രൂപ കൊടുത്തു. ഞങ്ങളുടെ പണിയൊന്നും ഇല്ല, ഫ്യൂസ് പോയതായിരുന്നു, അന്ന് കിട്ടിയ അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ അല്ലേ കൈനീട്ടമായിരുന്നു. ഇലക്ട്രീഷ്യൻ്റെ കൈനീട്ടം, മെക്കാനിക്കിൻ്റെ കൈനീട്ടമായിരുന്നു. അതെ, ആയിരിക്കുന്ന എല്ലാം കണ്ടോ. പവർ സ്റ്റിയറിംഗ് ബോക്സ് വലിയ വണ്ടിയുടെ അതെല്ലാം ഓവറോൾ ചെയ്യുന്നതാണ്. ഇതതുപോലെ നമ്മുടെ ഇതിനകത്ത് ഡയഫ്രം വരുന്നത് ബൂസ്റ്റർ. ഇപ്പോൾ ഡയഫ്രം ഒക്കെ മാറാൻ വേണ്ടി ഈ സാധനം പോയാൽ കിറ്റ് മാറുന്ന. അതെ, അല്ലേ, ഈ സാധനം പോയാൽ ഇടയ്ക്ക്
എയർ ലീക്ക് ആയിട്ട് വഴി കിടക്കുന്നത്. ഇത്ര സാധനമേ ഉള്ളൂ. ആ അതെ, കാര്യം ഇത് മാറണമെങ്കിൽ 400 രൂപയേ ഉള്ളൂ. അല്ല, അതിന് 300 രൂപ ആ സാധനത്തിന് വില അത്രേ ഉള്ളൂ. പക്ഷെ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എയർ ലീക്ക് ആയിട്ട് ഇത് പൊട്ടിയത് ഇതുണ്ടോ പൊട്ടിയേക്കുന്നത്. ആ അതെ, ഇതാണ് ഡയഫ്രം എന്ന് പറയുന്ന സംഭവം. 4 സൈഡിലും ഉണ്ട്. 4 വീലുള്ള വണ്ടിയാണെങ്കിൽ 4 സൈഡിലും ഉണ്ട്. അതെ, എയർ ബ്രേക്ക് ഉള്ള വണ്ടികൾക്ക്. ഇപ്പം എപ്പിടി ഇരിക്ക? நல்லா இருக்கு, பிரச்சனை இல்லை. நல்லா இருக்கா? நல்லா இருக்கு. അതെ, ഇഞ്ചൻ ലൂസ് ആകുന്നുണ്ടെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചു നോക്കണം. അത് ആ മെയിൻ ഷാഫ്റ്റിൻ്റെ അതിൽ മില്ലിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ആണോ എന്ന് നോക്കിയാണെങ്കിൽ ചിലപ്പോൾ അത് മാറേണ്ടി വരും, അല്ലെ പിരിവെട്ടേണ്ടി വരും. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ വഴി മോശമെന്നാണ് മെക്കാനിക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞ് ടോപ്പ് ആൻഡ് ടോപ്പ് റോഡാന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് 2 കുപ്പി വെള്ളം മേടിച്ചോ, കാണ്ട അവിടെ നിർത്താം. ആ, വെള്ളം മേടിക്കാം. ഇല്ലേ, ആ വണ്ടിയും രാവിലെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. അവിടെ വെള്ളമില്ല, മുന്നോട്ട് പോട്ടെ. ഇവിടുത്തെ ഒരു സ്കൂളാണ്, നല്ല തണൽ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ. ആ, ഇവിടെ എഴുതിയിട്ടുണ്ട് താങ്ക് യു ഫോർ വിസിറ്റിംഗ് മഹാരാഷ്ട്ര. അതെന്നാ അറിയത്തില്ല. അപ്പുറം ഇപ്പുറം എല്ലാം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര തീർന്നിട്ടില്ല. സാധാരണ ബോർഡറിലല്ലേ അങ്ങനെയുള്ള ബോർഡ് വയ്ക്കുന്നത്. പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് അടിപൊളി ഹൈവേ ആണ് പണിത് വരുന്നത്. അങ്ങോട്ട് നല്ല വഴിയായിരിക്കും. പുതിയ ഹൈവേ അതെ പണിത് വരുന്ന അപ്പുറം. ഇത് പഴയ പാലമാണ്. പഴയ കണ്ടോ, ഒറ്റ പാലമേ ഉള്ളൂ. നല്ല വെള്ളമുണ്ടല്ലോ. വെള്ളമുണ്ട് നല്ലേ. അങ്ങോട്ട് ചെല്ലുന്നവരും വെള്ളപ്പൊക്കമായിരിക്കും മിക്കവാറും. വെള്ളം കുറഞ്ഞ കേട്ടോ, ഇത് പാലത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നെന്നാ തോന്നുന്നു. അതെ, വെള്ളം ഒഴിയാ. ശരിയാ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതായിരിക്കും കുറഞ്ഞായിരിക്കും. അതാ അവിടെ പാലം പോയെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ തെലങ്കാനല്ല. എനിക്ക് എന്നാ വെള്ളമാണെന്ന് നോക്കി. അങ്ങ് കാണുന്നത് റെയിൽവേ ലൈനാണ്. അപ്പൊ പാലത്തിലൊന്നും പറയുകയാണെങ്കിൽ വിശ്വസിച്ച് കയറാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും ഒരു 10 ദിവസത്തിനിടയ്ക്ക് എത്ര പാലം പോയെന്നറിയോ ഇന്ത്യയില്? ജമ്മുവിൽ തന്നെ കുറെ പാലങ്ങൾ പോയിട്ടുണ്ട്. മഴ ചെറിയ മഴയാണോ? ആ, പിന്നെ ഉത്തരാഖണ്ഡില്, ഹിമാചലില് ഒത്തിരി പാലങ്ങൾ പോയി. എനിക്കത് ആ വഴിയെ പാലം പോയി കിടക്കുന്നുണ്ടോ വണ്ടികളെല്ലാം ഇപ്പൊ ഇതിലേ കയറി വരുന്നത്. പാലം പോയിട്ടില്ലെന്ന് തോന്നുന്നു, ബലക്ഷയമായിരിക്കും. ആയിരിക്കും, അതെ. ഒരാൾ കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്കകത്ത്. അതെ അല്ലേ. പിന്നെ അവിടെ വന്നപ്പോ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ തിരിന്റെ അടുത്ത്. ഒരു സൈഡിലേക്ക് ഉള്ള വണ്ടികൾ പൂർണ്ണമായിട്ട് വിടുന്നില്ല. ഈ വഴിയെ പോകണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ പാലം ബലക്ഷയമാണ്, അതുകൊണ്ട് അങ്ങോട്ടുള്ള വണ്ടികൾ, ഹൈദരാബാദ് വണ്ടിയൊക്കെ ഇതിലേ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവെച്ചാൽ ആ ബ്ലോക്ക് ചെയ്തേക്കുന്നിടത്തുനിന്ന് ഒരുപാട് മുന്നേ ചെല്ലുന്നിടത്താണ് ഈ പാലം പോയേക്കുന്നത്. അത് തെലങ്കാനല്ലേ പോയേക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് തിരിച്ചു വിട്ടാ എന്നാലേ ഈ വഴി കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് ചെറിയ വഴിയൊക്കെ ഉള്ളായിരിക്കും. ഞാൻ ഇതിലേ പോകുമ്പം ഒരു 40 കിലോമീറ്റർ കൂടുതലുണ്ട് അതിലേ പോകുന്നതിനെക്കാട്ടി. ഈ വഴിക്ക് നമ്മുടെ 66 കൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞു. ഇങ്ങോട്ടോ അങ്ങോട്ടോ പോകുമ്പോൾ നല്ലൊരു റൂട്ടാണ്. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. മഴയുടെ ഒരു ലക്ഷണമാണ് കേട്ടോ. സമയം 11 മണി കഴിഞ്ഞു, പക്ഷേ മൂടല. മഹാരാഷ്ട്രയിലെ മിക്ക ഗ്രാമങ്ങളും സിറ്റികളും ഒക്കെ ഇതേപോലുള്ള വലിയ വലിയ മരങ്ങൾ കാണും. ആര്യവേപ്പോ ഒക്കെ ആയിട്ട് നല്ല രസമല്ല അങ്ങനെ. അതെ, മഴ പെയ്യാണെ പെയ്തോട്ടെ, കുഴപ്പമില്ല, നല്ലതാ. അല്ല, നമ്മൾ പറഞ്ഞല്ല പെയ്യാതിരിക്കുമോ? അതില്ല. എന്നാലും വേറെ കാര്യമുണ്ട്. മധ്യപ്രദേശ് ഇറങ്ങി മഹാരാഷ്ട്ര കയറിയപ്പോൾ തൊട്ട് ചൂടിന് ചെറിയ ശമനമുണ്ട്. ഉണ്ട്. ആവിയുണ്ട്, എന്നാലും കുറവുണ്ട്. കണ്ടോ, ഒരു ലോഡ് വരുന്നുണ്ടോ? 2 വണ്ടിക്ക് പോകേണ്ട സ്ഥലം വേണം. അതെ അതെ. കേല ചായേ കേലാനേ പാനിയില്ല. കൊട്ടയും പട്ടിയും വല്ലതും വേണോ? കൊട്ടയും പട്ടിയും ഒന്നും വേണ്ട. എവിടെയെങ്കിലും നിർത്തി മെയിൻ ഡ്രൈവർ കണ്ടാ ഓടിപ്പോയി മേടിച്ചോളൂ. അതെ അതെ. ഇപ്പോഴാണ് ഇതിനകത്ത് സാധനം വെക്കാൻ ഇഷ്ടം പോലെ ഇടയുണ്ടായിരുന്നു. അതെ, ഞാൻ അപ്പുറം സവോള കണ്ടായിരുന്നു. മുന്നോട്ട് എവിടെയെങ്കിലും കാണാൻ മേടിക്കാന്നോർത്താ വന്നത്, പക്ഷെ പിന്നെ കണ്ടില്ല. എന്തിന്? റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു, ചാക്കിനകത്തെ, ചെറിയ ചാക്കിനകത്ത്. ആ, ഹൈവേ അപ്പുറത്തോടാ പോകുന്നതെന്ന് തോന്നുന്നു. ഇത് പഴയ റോഡാ. ഇത് റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയാലും ഗേറ്റട കിട്ടിയില്ല. അതെ അതെ. ഈ ലോറി എത്രയാണെന്ന് നോക്കിയാൽ നമ്മള് അല്ലാതെ വഴിയിൽ ഓടിപ്പോകുമ്പോ ഇത്രയും വണ്ടികൾ ഇല്ല വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാണുകയല്ലേ. ആ, ഈ കട്ടറിൽ കൂടെ ഇങ്ങനെ വണ്ടി പതുക്കെ ഇറങ്ങാൻ നിൽക്കുന്നോണ്ടാ ഇത്ര വണ്ടി ബ്ലോക്ക് ആയിരിക്കുന്നത്. കണ്ടോ, നമ്മളിപ്പോ ഈ വണ്ടിയും കൊണ്ട് വന്നപ്പോഴേ വഴിയിലൊക്കെ എവിടെ ചെന്നാലുവേ ആൾക്കാർക്ക് എന്നാ ബഹുമാനവും സഹകരണമാ, സ്നേഹമോ. അത് നമ്മളോടുള്ളതല്ല, നമ്മുടെ ജവാന്മാരോടുള്ള ഒരു സ്നേഹവും കരുതലുമാണ്. നമ്മളാ UP വെച്ച ഗിയറിന്റെ ആ റാഡ് ഊരിപ്പോയില്ലേ, അപ്പൊ ഇപ്പറ വന്ന് മറ്റേ വർഷോപ്പുകാരനെ അത് എടുത്ത് പെട്ടെന്ന് കൊണ്ടായിട്ട് പിടിപ്പിച്ചില്ലേ. അപ്പൊ ഞാൻ പൈസ എത്രയാന്ന് ചോദിച്ചു.
എന്നാ പുള്ളി എന്നാ പറഞ്ഞെന്നറിയോ, ഞാൻ നിങ്ങളോട് എന്നാ പറയാനാ, ഇന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റിയാലെന്ന് പറഞ്ഞു. പിന്നെ പൈസ കൊടുത്തു. പുള്ളി ഉദ്ദേശിച്ച കൂടുതൽ പൈസ കൊടുത്തു. ഇവിടെയൊക്കെ കണ്ടോ 4 ലൈൻ ഭയങ്കരമായിട്ട് പണിയാ. എന്തേരം മണ്ണിട്ട് പൊക്കിയേക്കുന്ന താഴെ അതുപോലെ തന്നെ പൊക്കിയ വീതി ആക്കണ്ട. ഇത് ശരിക്കും മറ്റേ പെഞ്ച് ടൈഗർ റിസർവേല പണിയുണ്ടായിരുന്നു. വനമല്ലേ? വനമാ, ശരിയാ. 2 സൈഡും വനമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാലം പോലെ പണിതിരുന്നെങ്കിലേ വൈൽഡ് ലൈഫ് കോറിഡോർ ഒക്കെ ആയിരുന്നു. അടിയിൽ കൂടെ മൃഗങ്ങൾ അങ്ങ് പാസ്സായി പോകും. അതെ അതെ അതെ, 1-2 കേട്ടോ. എവിടെ? അത് അവിടെ ഒരു പാലം ഇതാണോ? അങ്ങനല്ല പണിയുന്നത്. മൊത്തം പാലം പോലെ അവിടെ പണിതേക്കുന്നത്, പെഞ്ചിലൊക്കെ പണിതേക്കുന്നത്. ഇവിടെ നിന്നേ ചെറിയ മഴയൊന്നും അല്ലായിരുന്നു. ഇത് കണ്ടോ, ഭയങ്കര മഴയായിരുന്നു. ഇത് കണ്ടോ, മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുക. ഇപ്പൊ മഹാരാഷ്ട്ര ഓടി തീരാറായി, തെലങ്കാനയിലേക്ക് കയറും. അയ്യോ എന്നെ പൊടിയാന്ന് നോക്കി. ആഹാ, ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. ഗ്ലാസ് പൊക്കി ഇടാവുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. പൊടി വരുന്ന കണ്ടപ്പോഴേ ഗ്ലാസ് പൊക്കി. ഗ്ലാസ് പൊക്കി. അടിപൊളി ഹൈവേ പണിയുന്നത് കേട്ടോ. ഇതേ പഴയ വഴി ഇതിലേ അല്ലായിരുന്നു തോന്നുന്നു. പുതിയ റോഡ് ഇതിൽ ആണെന്ന് തോന്നുന്നു, ആക്കി വരികയാന്ന് തോന്നുന്നു. അപ്പൊ അതെ, നമ്മള് 4 ലൈനിലേക്ക് വന്ന് കയറി. അപ്പൊ മഴയും പെയ്യാൻ തുടങ്ങി. അതുകൊണ്ടോ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ടോ, ഈ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് അതിനകത്തേക്ക് ഒഴിക്കുക, അതിലൂടെ പമ്പ് ചെയ്തോണ്ടിരിക്കുക. മനുഷ്യർ ചെയ്യണമെങ്കിൽ എത്ര പേര് ചെയ്യേണ്ട പണിയാണ്. അതെ, എന്ത് എളുപ്പമുണ്ടെന്ന് നോക്കിയല്ലേ. അതെ, ആ വണ്ടി ഉണ്ടോ പൊങ്ങി നിൽക്കുക, ഫ്രണ്ട് പൊങ്ങി നിൽക്കുക ഉണ്ടോ. അതെ, ഫ്രണ്ട് പൊക്കി വെച്ചേക്കാം. അതിൻ്റെ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇതേ റോഡ് പണിയാറുടെ യാടാ. അതുകൊണ്ടോ എല്ലാം വോൾവോ കിടക്കുന്നത്, വോൾവോ ടിപ്പർ 12 വീല്. ഇപ്പം മഹാരാഷ്ട്ര നമ്മൾ തീർന്നു. മഹാരാഷ്ട്രയുടെ ബോർഡർ ചെക്ക് പോസ്റ്റാണ്. ഈ വഴി കുറേ ദൂരം പണി തീരാനുണ്ട്. അപ്പം നമ്മളിതേ മഹാരാഷ്ട്ര കഴിഞ്ഞ് തെലങ്കാനയിലേക്ക് കയറി. ഇവിടെ തൊട്ട് വഴി അടിപൊളി വഴിയാണ് കേട്ടോ. ഇതെന്നാ സംഭവമായിരിക്കും ഇത്രയും വേദിക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചത്? വേറെ റോഡ് വല്ലതും ആണോ മോളെ? തെലങ്കാനയല്ലേ, ഭയങ്കര ചൂടാ ഇവിടെ. വണ്ടിക്കാര് കുറച്ചു നേരം അവിടെ വന്ന് റെസ്റ്റ് എടുത്തോട്ടെന്നോർത്തായിരിക്കും. തണലത്ത് കിടന്നോട്ടെന്നോർത്ത് അതിനുണ്ടാക്കിയേക്കുന്നതായിരിക്കും അല്ലേ? ആയിരിക്കും. ടയറൊക്കെ ഒന്ന് തണുക്കണ്ടേ, എന്നിട്ട് മഹാരാഷ്ട്രയിലോട്ട് കയറിയാൽ മതിയല്ലോ ഇവിടുന്ന് പോകുന്നവരെ. അതിനായിരിക്കും. അല്ല, അതിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇച്ചിരൂടെ നല്ലത്. ചൂടിലേക്ക് കയറുന്നതിന് മുമ്പ് ശാലം തണുപ്പിച്ചിട്ട് കയറുക. 2 രീതി, അതാ ഒരു സൈഡല്ല 2 സൈഡിലും ഉണ്ട്. 2 രീതിയിലും ഗുണകരമാണ്. അപ്പൊ ഇനി കുറെ ദൂരം തെലങ്കാനയിലൂടെ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടാ കേട്ടോ. നമുക്കേ ഏതായാലും ഡ്രോൺ ഒന്ന് നഷ്ടപ്പെട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ചെക്ക് ചെയ്തില്ലായിരുന്നു. നമുക്കൊന്ന് ഡ്രോൺ എടുത്താലോ? ഇവിടെ സമയമുണ്ടോ? ഡ്രോൺ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സമയമുണ്ടോ നോക്കണം. അത് തന്നെയല്ല, 2-3 ക്ലിപ്പ് എടുത്തിട്ട് അന്നേരം ഇത് തിരിച്ചെടുത്ത് കൈ വെച്ചോണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്താവുള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. ഇവിടെ മൊത്തം ലൈനാ മൊത്തം. ഇതിനിടെ കൂടെ ഇച്ചിരി പാടാ. അല്ല, ഒത്തിരി പൊക്കി വിടണം. അല്ലെങ്കിൽ നമ്മളെ ഓപ്പറേറ്ററെ കൊണ്ടുവരണമായിരുന്നു. ഓപ്പറേറ്ററെ കൊണ്ടുവരാൻ. ഓപ്പറേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അതിനിടയ്ക്കൂടെ ഒക്കെ പുള്ളി ഓപ്പറേറ്റ് ചെയ്ത. അതുകൊണ്ടല്ല, ഓപ്പറേറ്റർക്ക് വേറെ ഒന്നും നോക്കാനില്ല, ചുമ്മാ പറത്തി വിട്ടാൽ മതി. എന്താ നമ്മുടെ കുഞ്ഞു ഓപ്പറേറ്ററുടെ കാര്യമാണ് പറഞ്ഞത്. കുഞ്ഞിക്കണ്ട കാര്യമാണ് പറഞ്ഞത്. അല്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കും. എന്നാ സച്ചു വന്ന് പറഞ്ഞു. അല്ല, സച്ചു ഇവിടെ എടുക്കുകയല്ല ചേട്ടാ, അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ വെക്കത്തേ ഉള്ളൂ. സച്ചുവിന് കാര്യം അറിയാം. ഇവിടെ വെള്ളപ്പൊക്കം മഴയെല്ലാം കഴിഞ്ഞ് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അതെ, ഈ നിൽക്കുന്ന എല്ലാം വെണ്ട കൃഷിയാണ്, വെണ്ട. ഇവിടെ ശരിക്കും തെലങ്കാനയിലെ ഈ 4 ലൈൻ ഫുള്ള് പണി തീർന്ന നല്ല അടിപൊളി റോഡാണ്. അതെ, മഹാരാഷ്ട്രയിലെ ഭാഗമാണ് തീരാനുള്ളതിന്. ഇതുണ്ട ഇപ്പം നമ്മൾ വഴിക്കുന്നത് കണ്ടില്ലേ, അവിടെ നിന്ന് കയറി വരുന്നത് അടിയായത്. അവിടുത്തെ അടിപ്പോയെന്ന് കയറിയതായിരിക്കും അല്ലേ? ഹൈദരാബാദ് 237. ഇപ്പം നമ്മൾ മഞ്ചേരിയിലായി. കൽക്കരി വണ്ടികൾ പോകുന്നുണ്ടോ? എന്നാ വെയിറ്റ് ആയിരിക്കും, എന്നാ ലോഡായിരിക്കും ഇത്. എടാ, നീ എതിനെയാ വണ്ടി ഓടിച്ചത്? ജയ്പൂർ ആയല്ലോ, ജയ്പൂർ പോലീസ് സ്റ്റേഷൻ. വഴി മാറിപ്പോയോ? തിരിഞ്ഞു പോയോ? അതെ, രാജസ്ഥാന് പോയോ? അതെ, അത് രാജസ്ഥാനിലെ ജയ്പൂർ, ഇത് തെലങ്കാനയിലെ ജയ്പൂരാണ്. അല്ല, എനിക്ക് ഇപ്പഴാ ജയ്പൂരാണ്. ഭയങ്കര ചൂട്. ഞാൻ ഓർക്കുകയും ചെയ്തു തന്നെ ഇത്ര ചൂടെന്ന്. കാലാവസ്ഥ എല്ലാം ഒരേപോലെ. വെയിലും ചൂടൊക്കെ ആണെങ്കിലും നല്ല പച്ചപ്പാണ്. ഇവിടെ വന്നേച്ച് പണ്ടൊന്ന് വന്നേച്ച് സെയിൽ ടാക്സി ഞങ്ങളെ പിടിച്ച് ഇപ്പം അമ്പി കൊണ്ടുപോയിട്ടതാ. മെയിൻ ഡ്രൈവറേയും എന്നെയും ജോബിയും കൂടെ. അതെ അല്ലേ? എന്നിട്ട് ഭയങ്കര കൊതുകടിയും കൊണ്ട് പിന്നെ അവിടെ കിടന്ന് പിന്നെ രാവിലെ ആ തീരുമാനം ഉണ്ടാക്കി. ആര് കൊതുകടി ഉണ്ടെന്ന്? കൊതുക് അടിക്കുവോ? അതില്ല, ഞാൻ കൊതുകടി കണ്ടില്ല. ബാക്കി ഇവരെല്ലാം കൊതുകടി കൊണ്ടു. എന്നെ കൊതുക് അടിക്കുകയല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
ഞാനത് എപ്പോഴും ഓർക്കുവേ, ലോറിപ്പണിക്ക് പറ്റിയ ശരീരമാണ്. പൊതുവെ അടിക്കുകയല്ല, സമയത്ത് ആഹാരം കഴിക്കണ്ട, ടോയ്ലറ്റിൽ പോകണ്ട, പല്ല് തേക്കണ്ട. അതെ അതെ, ഇതൊന്നും വേണ്ട. ഇതൊക്കെ വീട്ടിലാണ് ഇതെല്ലാം നിർബന്ധമാണ്, കറക്റ്റായിട്ട് വേണം. പക്ഷെ വണ്ടിയെ പോയാൽ, ലോറിയെ പോയാൽ ഇതൊന്നും വേണ്ട. വണ്ടിയെ പോയി അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതെ, അല്ല എനിക്കിപ്പം വന്നാൽ 1-2 ദിവസം കേസുള്ളൂ, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. അതേപോലെ തന്നെ ആഹാരം എന്നതേലും കിട്ടിയാൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഫുഡ് എന്നേലും മതി എന്ന് പറഞ്ഞാൽ, എന്നേലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള, അല്ലാതെ എന്നേലും കിട്ടിയാൽ പോരെ കേട്ടോ. അല്ല ഞാനത് പറയാൻ തുടങ്ങായിരുന്നു, എനിക്കത് മനസ്സിലായെന്ന് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. 2 ദിവസമായിട്ട് വയറ്റിന് സുഖമില്ല, അച്ഛൻ്റെ അവിടെ വന്ന് ചാലും ചോറുണ്ടോ. അതെ അതെ, ഒരു ആരോഗ്യം കിട്ടിയാ. അതെ അതെ അതെ. അന്നേരം ഞാനിവിടെ പയറുപോലെ എനിക്കൊരു ഒരു പ്രശ്നമില്ലാതെ നിൽക്കുകയായിരുന്നു. അതെ അതെ, ഈ കാണുന്ന കൽക്കരിക്കനെയാ. ഇതിനപ്പുറം ഇവിടെ എല്ലാം കൽക്കരി ഖനനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ആ സൈഡ് അങ്ങോട്ടും ഉണ്ട്, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ ആടുകളല്ല ഇത്. വ്യത്യാസമുണ്ട്. ചെമ്മരിയാട്. ഇത് എന്റെ രോമം വെട്ടിയാന്ന് തോന്നുന്നു. ചെമ്മരിയാടാണേലും അത് വേറൊരു ഇനമാണ്. ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടി എടുക്കല്ലോ കേട്ടോ, ഇതിനടിയിൽ കൂടെ ഒക്കെ കയറി പോകുന്നുണ്ട്. അതായത് നല്ല പൊക്കമായോണ്ടേ. അതെ അതെ അതെ, പോയി കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാവുള്ളൂ. വോൾവോ ട്രക്സ് ആൻഡ് ബസ്സസ്, വോൾവോയുടെ ഡീലർഷിപ്പാണല്ലോ. ഇവിടെ എന്നാന്ന് ചോദിച്ചാലേ, ഈ കൽക്കരി ഖനിയിലൊക്കെ ഒരുപാട് വോൾവോയുടെ വണ്ടികളുണ്ടാവും, ടിപ്പറുകളുണ്ടാവും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, ഇന്ധരം. അപ്പോൾ ഈ ഇതുപോലെ തടി കൊണ്ട് പോകുന്ന വണ്ടിക്കാർ പണ്ട് ഇതുപോലെ എല്ലാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും പാസ് കാണും. ആ പാസ് സീൽ ചെയ്ത് വേണം പോകാൻ. അതേപോലെ സ്റ്റേറ്റ് മാറുമ്പം, ഇപ്പം തെലങ്കാനയിൽ നിന്ന് ആന്ധ്രയ്ക്ക് അല്ലെ തമിഴ്നാടിനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ തെലങ്കാനയുടെ സ്റ്റേറ്റ് ബോർഡർ ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് അവിടുന്ന് മാറി അടുത്ത ആന്ധ്ര ചെല്ലുമ്പോൾ അവിടുത്തെ പാസ് എടുക്കണം. അവിടുന്ന് അത് ബാക്കി വഴിയിലുള്ള എല്ലാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളിലും സീൽ വെച്ച് വേണം പോകാൻ. അത് കഴിഞ്ഞ് അടുത്ത ബോർഡറിൽ ചെല്ലുമ്പം ആ പാസ് അവിടെ കൊടുത്തിട്ട് അവിടുത്തെ ആ സ്റ്റേറ്റിൽ അടുത്ത സ്റ്റേറ്റിൽ, ഇപ്പം തമിഴ്നാട്ടിലെ പാസ് എടുക്കണം, തമിഴ്നാട്ടിലെ പാസ് എടുക്കണം. അങ്ങനെ വേണം പോകാൻ. ഏതേലും ഒരു ചെക്ക് പോസ്റ്റ് മിസ്സായി കഴിഞ്ഞാൽ വലിയ പണിയാണ്. ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയിലെ വെള്ളം കണ്ടോ, കരകവിഞ്ഞ് ഒഴുകുകയാണല്ലോ. അതെ അതെ. മഴയൊക്കെ മാറിയതാ ശരിക്കും. ഈയിടെ എല്ലാം ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഓക്കെ, നല്ല ഒഴുക്കുവാ കേട്ടോ. അതെ അതെ, പെട്ടെന്ന് പോയേക്ക. എന്നാന്നോ, അവിടെ ഇവിടെയൊക്കെ പാലത്തിനൊക്കെ ബലക്ഷയാന്ന് പറയുന്നുണ്ട്. അതെ, പാലത്തിൽ അധികം നേരം എന്തിനാ പോയി ചാടി കൊടുക്കുന്നത്. അതെ, അപ്പുറത്തെ NH-44 ഒരു പാലത്തിന് ബലക്ഷയം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേ വന്നത്. അതെ, അവിടെ എല്ലാം വെള്ളം കയറി കിടക്കും കേട്ടോ. ഇവിടെ എല്ലാം കരക്കൂടെ കയറിയേ ഉള്ളൂ. നിന്നുണ്ടോ, ഞങ്ങൾ ഈ വഴിക്ക് പോയാ അന്ന് ലോഡ് ഇറക്കിയത്. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ്, ചെറിയൊരു ബസ് സ്റ്റാൻഡ് തെലങ്കാനയിലെ. ഇവിടുത്തെ ഓട്ടോറിക്ഷ എല്ലാം തമിഴ്നാട്ടിലെ പോലെ മഞ്ഞ പെയിന്റാണ്. ഇത് തെർമൽ പവർ സ്റ്റേഷനാണ്. നമ്മൾ വന്ന വഴിക്ക് വേറൊരിടത്തും ഉണ്ടായിരുന്നു. ശരിക്കുമേ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഇന്ന് വെളുപ്പിന് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഓർത്ത്. പക്ഷേ വഴിയിൽ 1-2 ദിവസം ചെറിയ പണികളൊക്കെ കിട്ടിയോണ്ട്, ചെറിയ ചെറിയ അസ്കിതകളൊക്കെ വന്നോണ്ട് ലേറ്റായി പോയി. പിന്നെ അങ്ങനെ കണക്ക് കൂട്ടിയെന്നേ ഉള്ളൂ, അത് ഉറപ്പിച്ചൊന്നും ഇല്ലായിരുന്നു. അതെ, നമ്മളിങ്ങനെ എന്നാ പറയുന്നത്, പഴയ ഒരു വണ്ടി എടുത്തോണ്ട് വരുന്നോണ്ട് ഇന്ന സമയമൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല വന്നേ. അതെ, അത് ചെല്ലുമ്പോൾ ചെല്ലും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ചിക്കൻ കറിയും ചോറും. അപ്പം ഇത് ഇവിടെ മിക്കവാറും എല്ലായിടത്തും ആന്ധ്രയിൽ കൂടെ തെലങ്കാനയിൽ കൂടെ പോകുമ്പം മിക്കവാറും ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കിട്ടുന്നതാണ്. ബിരിയാണി ഉണ്ട്. ഇത് നാളെ നമ്മളെ വീട്ടിലൂടെ പോലെ. അതെ, ഞാനെന്നാ ചപ്പാത്തിയും ഉള്ള ചിക്കനോടെ കഴിക്കാമെന്ന് ഓർത്തായിരുന്നു. ചോറുണ്ടോ? ചോറുണ്ടാക്കാന്ന ടേസ്റ്റ് ചെയ്ത് നോക്കി. ഊണും ചിക്കനും, ചോറും ചിക്കനും മാത്രമേ ഉള്ളൂ. വേറെ നമ്മുടെ അടുത്ത പോലെ പച്ചക്കറി ഒന്നുമില്ല. ഒന്നുമില്ല. കഴിച്ചു നോക്കിയാണ്. കുഴപ്പമില്ല, നല്ലല്ലേ. ഇവരുന്ന് വീട്ടിൽ നിന്ന് ചോറും കറികളും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഓട്ടോയെ കൊണ്ടുവന്നേക്കുന്ന. അപ്പോൾ ഞാൻ ആദ്യം ചോറുണ്ടെന്നോന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞത്. കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ശകലം എരിവ് കൂടുതലുണ്ടെന്നുള്ളൂ, കുഴപ്പമില്ല. അത് ആന്ധ്രയിലും തെലങ്കാനയിലും എരിവ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ കറി. അതാണ്. എന്നാൽ ആദ്യം മസാല ഒന്നുമില്ല, സിമ്പിൾ. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. പോയേക്കാം. എത്ര രൂപയായിരുന്നു ഊണിന്?
240 രൂപ, 120, 120. ആ ചിക്കൻ കറിയും ചോറും. അതെ. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഇച്ചിരി മോരും വെള്ളം കൊണ്ടു തന്നു. അത് കുടിച്ചപ്പോഴേ എരിവ് പോയത് അല്ലേ? അതെ അതെ. അത് നല്ലൊരു സുഖമായിരുന്നു. വണ്ടി എടുത്ത് വാ, മഴ പെയ്യുമെന്ന് തോന്നി ഇപ്പോൾ കേട്ടോ. പോയേക്കാം. മഴ പെയ്യുമെന്ന് തോന്നി കേട്ടോ. മഴ പെയ്യാതെ പോയേക്കാം. എൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോന്നെ തന്നെ. അല്ല, ഇത് വീഡിയോ എടുത്തോണ്ടിരുന്നോണ്ട് ഇതിലേ വന്നതല്ലേ. ആ കയറിക്കോ. ഇപ്പോഴേ പെട്ടെന്ന് പോട്ടെ. ഹൈദരാബാദ് ഇനിയും 100-200 കിലോമീറ്റർ. 200 ഉണ്ടോ? ഇത്രയൊക്കെ ഉള്ളൂ. ആണോ? ആ ഇതൊക്കെ മതി. അതെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അതെ. ചെറിയ മഴച്ചാറ്റിലുണ്ട്. എനിക്ക് 2 സൈഡിലും മരം നിൽക്കുന്നോണ്ടേ നല്ല തണല തന്നെയാണ് റോഡിന്റെ സൈഡിൽ. സ്റ്റവും പാത്രമൊന്നും ഇല്ലാതെ ഇപ്പൊ എല്ലാം മരത്തണലിട്ട് പാചകം ചെയ്യാൻ നല്ല സൗകര്യമായിരുന്നു. അതെ. കാരവനിട്ട പാചകം ചെയ്യാൻ പറ്റിയില്ല. സ്റ്റവും പാത്രം ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻഡിലിട്ട് പാചകം ചെയ്യായിരുന്നു. ആ ശവപാത്രമൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷെ സമയം പോകും, ദിവസങ്ങൾ. അങ്ങനെ പാചകം കിട്ടിയിട്ട് കാര്യമില്ലെന്നേ. ആ നമ്മുടെ പൊടിയും സാധനങ്ങളും അരിയും സാധനങ്ങളും എല്ലാം വേണ്ട. വേണം. ഇത് പെഡപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഈ ടൗണിനൊന്നും ബൈപ്പാസ് ആയിട്ടില്ല, അതുകൊണ്ട് എല്ലാം ടൗണിൽ കൂടെ കയറിയാൽ പോകും. ടൗണിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് നോക്കിയാൽ എന്നാ പച്ചപ്പാന്ന് നോക്കിയേ. ഇവിടെ എല്ലാം ഫ്രൂട്ട്സ് മാർക്കറ്റാണ് സൈഡിൽ മൊത്തം. ഉള്ളിലേക്കൊരു പച്ചക്കറി മാർക്കറ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെയിൻ ഡ്രൈവർ എനിക്ക് വണ്ടി ഓടിക്കാൻ തരുന്നില്ല. ഇവിടെ ഇരുന്നാല് പറഞ്ഞു ആ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നടുവേദന. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഓടിച്ചോളാന്നും പറഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പ് ചാടി അവിടെ കയറിയിരിക്കും. ഞാൻ എൻ്റെ ഇച്ചിരി നടുവേദന എടുത്തോട്ടെന്ന്. ചേട്ടായിക്ക് പിന്നെ നടുവേദന എടുക്കുകയില്ല, അതുകൊണ്ട് ചേട്ടായിക്ക് എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതായിരുന്നിട്ട് പുറം ഇങ്ങനെ പൊട്ടുക പുറം. എന്നുവെച്ചാൽ ഇവിടെ നല്ലപോലെ സീറ്റായിട്ടിരിക്കത്തില്ല, അതുകൊണ്ടാണ് ഈ 2 സീറ്റും മാറണം. അപ്പോഴേ എന്നാ പിന്നെ നമുക്ക് നാട്ടിലോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ഏഹ് അതെ.